എന്തുകൊണ്ട് ഐഷെ ഘോഷ് എസ്.എഫ്.ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനെ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് ഓടിയെത്തിയത് എന്തിന്? അതിനു പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. AKG ഭവനിലെത്തിയ ഡൽഹി പോലീസ് ഐഷെ ഘോഷിനെ കൊണ്ടേ പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെയും ഇന്നുമായി ഐഷെ ഘോഷ് നൽകിയ ഒരു കേസിൽ വാദം കേൾക്കുന്നു. അത് ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് നടത്തുന്ന ബയോമെട്രിക് സർവൈലൻസ് നടപടികൾക്കെതിരെ ഐഷെ ഘോഷ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നുണ്ടായ നടപടികളാണ്. എന്നാൽ സമരം തീർന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് പിൻവലിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഇതിനുവേണ്ടി ഇവരെ നല്ല രീതിയിൽ പ്രഷറൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസ് പിൻവലിക്കാൻ ഐഷെ തയ്യാറായില്ല. ഈ കേസുമായി മുന്നോട്ട് പോയാൽ എന്താണ് പ്രശ്നം? ബയോമെട്രിക് സർവൈലൻസ് എന്നത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അത് സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. ഡൽഹി പോലീസ് എടുത്തു വച്ചിരിക്കുന്ന ഈ ഡാറ്റ നശിപ്പിക്കുകയാണെങ്കിൽ ഈ കേസ് പിൻവലിക്കാമെന്നതാണ് ഐഷെ എടുത്ത നിലപാട്. ഈ കേസിൽ കൂടുതൽ മുന്നോട്ട് പോയാൽ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നതും സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അത് തടയാനാണ് കോടതിയിൽ നിന്നും വന്ന ഐഷെ ഘോഷിനെ പിടികൂടി കേസില്ലാതെ ആക്കാനാണ് ഡൽഹി പോലീസ് ശ്രമിച്ചത്. ഇത് ഇന്ത്യയുടെ ജനങ്ങളുടെ വലിയൊരു അവകാശം ലംഘിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിനെതിരെ എടുക്കുന്ന പ്രതികാര നടപടിയാണ്. ഐഷെ ഘോഷിനെതിരെ മാത്രമല്ല, സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ എല്ലാ പ്രതികാര നടപടികൾ തുടരുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യണം.